പ്രിയകുട്ടികളെ, ക്വസ്റ്റ്യൻ നമ്പർ 12 മുതലാണ് ഇനി പഠിക്കേണ്ടത്. കൺസിഡർ dy/dx മൈനസ് 3y cot x ഈസ് ഇക്വൽ ടു സൈൻ 2x. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. IF കാണുക. ഫൈൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ ഗിവൺ ദാറ്റ് y ഈസ് ഇക്വൽ ടു 2 വെൻ x ഈസ് ഇക്വൽ ടു π/2. ഇതെന്ത് തരം സൊല്യൂഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്? പർട്ടിക്കുലർ സൊല്യൂഷൻ. അത് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടിട്ടേ പറ്റുള്ളൂ. എന്നിട്ട് ഈ തന്നിരിക്കുന്ന വിലകൾ വൈയുടെയും എക്സിൻ്റെയും അതിൽ കൊടുക്കുമ്പോൾ സി കിട്ടും. സി ഇട്ട ജനറൽ സൊല്യൂഷൻ ഒന്നോടെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. കഴിഞ്ഞ ദിവസം നിങ്ങളിത് പഠിച്ചതാണ്. IF ചോദിച്ച സ്ഥിതിക്ക് ഇത് വേരിയബിൾ സെപ്പറബിളോ ഹോമോജീനിയസോ അല്ല. പിന്നെ എന്തായിരിക്കും? dy/dx വന്നതുകൊണ്ട് ലീനിയർ ഫസ്റ്റ് ടൈപ്പ്. ലീനിയർ സെക്കൻഡ് ടൈപ്പ് ആണെങ്കിൽ dy/dx അല്ല വരുന്നത്, dx/dy ആണ്. അപ്പോൾ ഈ പ്രോബ്ലം dy/dx വന്നാൽ ലീനിയർ ഫസ്റ്റ് ടൈപ്പാണ്. നമുക്കതൊന്നുകൂടെ എടുത്തെഴുതാം. dy/dx പ്ലസ്, എന്തിനാ പ്ലസ് ഇട്ട് വെച്ചിങ്ങനെ വൈയുടെ കോയിഫിഷ്യൻ്റ് എടുക്കാൻ വേണ്ടി, പ്ലസ് വൈയുടെ കോയിഫിഷ്യൻ്റ് -3 cot x y സമം സൈൻ 2x. എന്തിനാണ് വൈയുടെ കോയിഫിഷ്യൻ്റ്? വൈയുടെ കോയിഫിഷ്യൻ്റാണ് പി. ഇതിങ്ങനെ തന്നെ ഇട്ട് വെച്ച് വൈയുടെ കോയിഫിഷ്യൻ്റ് -3 cot x നിങ്ങൾ എടുത്താലും മതി. dy/dx പ്ലസ് പി വൈ ഈസ് ഇക്വൽ ടു ക്യൂ. അപ്പോൾ പി വൈയുടെ കോയിഫിഷ്യൻ്റ് ആയതുകൊണ്ട് -3 cot x ആണ് ഇവിടെ. ക്യൂ ആണെങ്കിൽ സൈൻ 2x ആണ്. dy/dxൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്നായിരിക്കണം. IF കാണാനായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. IFൻ്റെ ഫോർമുല e⁻p dx, e⁻3 cot x dx, e⁻³ പുറത്തെടുത്തു, ഇൻ്റഗ്രൽ cot x dx. cot x എന്ന് പറയുന്നത് cos x ബൈ sin x ആണ്. താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മുകളിലുണ്ട്, താഴെ sin x ആണ്. sin xൻ്റെ കൃത്യം ഡിഫറൻഷ്യലായ cos x മുകളിലുണ്ട്, ലോഗ് മോഡ് sin x. cot xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് sin x. അപ്പോൾ e⁻³ ഇൻറ്റു ലോഗ് മോഡ് sin x. ഈ മൈനസ് സൈൻ മാറ്റാനായിട്ട് 1/, എടുക്കണം, ലോഗത്ത് എടുക്കുന്ന കാര്യം. e⁻³ ലോഗ് 1/sin x. അപ്പോൾ മൈനസ് പോയി. ഇനി 3 മാറ്റാനായിട്ട് ഈ 1/sin x cosec x എന്നും കൂടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. e⁻³ ലോഗ് cosec x. ഇനി 3 മാറ്റാനായിട്ട് ലോഗത്ത് എടുക്കുന്ന കാര്യത്തിലേക്ക് ക്യൂബായിട്ട് അത് ഇട്ടാൽ മതി. അപ്പോൾ e⁻³ ലോഗ് cosec³ x, e⁻³ ലോഗ് cosec³ x. ഈ ലോഗും അടുത്തടുത്ത് വന്നപ്പോൾ അത് ക്യാൻസലായി പോയിട്ട് cosec³ x എന്ന് കിട്ടി. അതായിരുന്നു നമ്മുടെ IF. അപ്പോൾ ഇവിടം വരെ e⁻³ ഇൻറ്റു cot xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് sin x. ആദ്യം മൈനസ് സൈൻ മാറ്റാൻ ലോഗത്ത് എടുക്കുന്ന കാര്യം റെസിപ്രോക്കലാക്കുക, 1/sin x. അതായത് e⁻³ ലോഗ് cosec x. 3 മാറ്റാൻ വേണ്ടി ലോഗത്ത് എടുക്കുന്ന കാര്യത്തിലേക്ക് ക്യൂബായിട്ട് അത് മാറ്റിയാൽ മതി, e⁻³ ലോഗ് cosec³ x. അപ്പോൾ ഈ ലോഗ് ക്യാൻസലായിട്ട് cosec³ x എന്ന് നമ്മുടെ IF കിട്ടി. സൊല്യൂഷൻ കാണുക. സൊല്യൂഷൻ ഈസ് y ഇൻറ്റു IF ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു IF dx പ്ലസ് c. y ഇൻറ്റു IF ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു IF dx പ്ലസ് c. y ഇൻറ്റു cosec³ x ആണ് IF, ഈക്വൽ ടു ഇൻ്റഗ്രൽ q സൈൻ 2x ആണ് ഇൻറ്റു IF cosec³ x dx പ്ലസ് c. y ഇൻറ്റു cosec³ x ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ. ഇതൊന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ cosec³ x കിടക്കുന്ന സ്ഥിതിക്ക് ഇത് 2 sin s cos s എന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാലും പഠിച്ചത് sin 2x 2 sin s cos s. cosec³ x 1/sin³ x എന്ന് എഴുതിയാൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പോകും, dx പ്ലസ് c. y cosec³ ഈസ് ഇക്വൽ ടു 2 പുറത്തെടുത്തു, sin x വെട്ടി. അപ്പോൾ cos x ബൈ sin² x ആണ് ഉള്ളൂ. പക്ഷേ അത് അങ്ങനെ തന്നെ എഴുതിയില്ല. cos xൻ്റെ താഴെ ഒരു sin x, പിന്നെ 1/sin x, അങ്ങനെ രണ്ടാക്കി ഗുണിച്ചു, dx പ്ലസ് c. sin x sin³ x വെട്ടി sin² x. ഒരു sin x cos xൻ്റെ താഴെ കിട്ടും, മറ്റേത് 1/sin x ആയിട്ട് തന്നെ ഇട്ടു, dx പ്ലസ് c. 2 ഇൻ്റഗ്രൽ, ഇത് cosec x, ഇത് cot x, cosecus cot x dx പ്ലസ് c. cosecus cot xൻ്റെ ഇൻ്റഗ്രലാണ് മൈനസ് cosecus. cosecus cot xൻ്റെ ഇൻ്റഗ്രലാണ് മൈനസ് cosecus.
കാരണം കൊസിക് എക്സിൻ്റെ ഡിഫറൻഷ്യലാണ് മൈനസ് കൊസിക്കസ് കോട്ടക്സ്. അപ്പോൾ കൊസിക്കസ് കോട്ടക്സിൻ്റെ ഇൻ്ററിലാണ് മൈനസ് കൊസിക്കസ്. 2 × മൈനസ് കൊസിക്കസ് പ്ലസ് സി ആണ് y കൊസിക് ക്യൂബ് എക്സ്. y കൊസിക് ക്യൂബ് എക്സ് ഈസ് ഇക്വൽ ടു -2 കൊസിക്കസ് പ്ലസ് സി എന്ന് കിട്ടി. ഈസ് ജനറൽ സൊല്യൂഷൻ. ഗിവൺ y ഈസ് ഇക്വൽ ടു 2 വെൻ എക്സ് ഈസ് ഇക്വൽ ടു π/2 എന്നവർ തന്നിട്ടുണ്ട്. അത് കൊടുക്കുവാണ്. ഇതിൽ 2 കൊടുത്തു. കൊസിക് ക്യൂബ് π/2 ഈസ് ഇക്വൽ ടു -2 കൊസിക് π/2 പ്ലസ് സി. 2 × 1/sin ക്യൂബ് π/2 സമം -2/sin π/2 പ്ലസ് സി. അങ്ങനെ എഴുതാൻ എളുപ്പമുണ്ട്. sin π/2 1 ആണ്. അപ്പോൾ ഇവിടെ 1 ക്യൂബാണ്. 2/1³ -2/1 പ്ലസ് സി. 2 + 2 4 ഈസ് ഇക്വൽ ടു സി കിട്ടി. അപ്പോൾ y കൊസിക് ക്യൂബ് ഈസ് ഇക്വൽ ടു -2 കൊസിക്കസ് പ്ലസ് 4 ഈസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. വലിയ കണക്കായിട്ട് തോന്നും, പക്ഷേ sin 2x-നെ 2 സൈനസ് കോസസ് എന്ന് എഴുതിയോടുകൂടി നമുക്ക് ആ കാൽക്കുലേഷൻ എളുപ്പമായിട്ട് ഇങ്ങനെ കൊസിക്കസ് കോട്ടക്സിൻ്റെ ഇൻ്റർവൽ എടുക്കേണ്ടതായിട്ട് വന്നു. മൈനസ് കൊസിക്കസ് എന്ന് കിട്ടി. നമുക്ക് ജനറൽ സൊല്യൂഷനിൽ പെട്ടെന്ന് എത്താൻ പറ്റി. വൈയുടെ വില 2ഉം എക്സിൻ്റെ വില π/2 കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമൊന്നും സംഭവിച്ചില്ല. സിയുടെ വില പെട്ടെന്ന് കിട്ടി. ആ സിയുടെ വിലയിട്ട് ഈ ജനറൽ സൊല്യൂഷൻ മാറ്റി എഴുതിയപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷനും കിട്ടി. 13. റൈറ്റ് ദി IF ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ cos d/ds plus y is equal to sin x. 0 ലെസ് താൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് താൻ π/2. ഇവിടെ ആംഗിളായിട്ട് എടുത്തിരിക്കുന്ന എക്സ് 0 ഉൾപ്പെടെ π/2 വരെയുള്ള ആംഗിൾസ് ആണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമല്ല. IF കാണാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ലീനിയർ ഫസ്റ്റ് ടൈപ്പാണ് d/ds വന്നുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആയിരിക്കണം. അപ്പോൾ ഡിവൈഡിങ് ബൈ കോസസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ dy/dx പ്ലസ് 1/cos y ഈക്വൽ ടു സൈനസ് ബൈ കോസസ്. എല്ലാ ടെമിനെയും കോസസ് കൊണ്ട് ഹരിക്കണം. ഇതിനെ ഹരിച്ചപ്പോൾ dy/ds പ്ലസ് ഇതിനെ ഹരിച്ചപ്പോൾ 1/cos × y സമം ഇതിനെ ഹരിച്ചപ്പോൾ സൈനസ് ബൈ കോസസ്. dy/dx പ്ലസ് സീക്കസ് × y സമം 1 tan x എന്ന് കിട്ടി. അപ്പോൾ dy/ds പ്ലസ് py സമം q എന്ന രൂപത്തിൽ p ആയിട്ട് ഇവിടെ വന്നത് സീക്കസ് ആണ്. അപ്പോൾ IF e⁻p dx ആണ്. e⁻ സീക്കസ് ds. ഇൻ്റഗ്രൽ സീക്കസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് tan x ആണ്. ഇൻ്റഗ്രൽ സീക്കസ് ലോഗ് മോഡ് സീക്കസ് പ്ലസ് tan x ആണ്. ഈ ലോഗ് കൂടെ ക്യാൻസലായിട്ട് സീക്കസ് പ്ലസ് tan x എന്നാണ് നമ്മുടെ IF കിട്ടിയത്. IF മാത്രമാണ് ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദി IF ഓഫ് dy/ds പ്ലസ് y/x ഈസ് ഇക്വൽ ടു sin x. പിന്നെ ഒരു ബി പാർട്ട് ഒരു വേർഡ് പ്രോബ്ലം ഉണ്ട്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു എ കർവ് അറ്റ് എനി പോയിൻ്റ് ഈസ് ട്വൈസ് ദി എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിൻ്റ്. ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കണക്കിൻ്റെ ഭാഷയിൽ എഴുതുമ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അത്രയേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു എ കർവ് അറ്റ് എനി പോയിൻറ്റ്, അതായത് dy/dx ഈസ് ട്വൈസ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിൻ്റ് എന്ന് വെച്ചാൽ 2x. dy/dx ഈസ് ഇക്വൽ ടു 2s. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയില്ലേ? അത്രയേ ഉള്ളൂ. ഇഫ് ദ കർവ് പാസസ് ടു 1, 4 ഫൈൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. അപ്പോൾ എക്സിനും വൈക്കും 1ഉം 4ഉം കൊടുക്കുമ്പോൾ അത് ജനറൽ സൊല്യൂഷൻ അല്ല, പർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് വരും. അതാണ് സംഭവം. ഉണ്ടോ പർട്ടിക്കുലർ സൊല്യൂഷൻ? ഇതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നുമില്ല, സി ഒന്നുമില്ല. അപ്പോൾ ഇത് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നേരിട്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുക എന്ന രീതിയിൽ പറയാതെ ഇങ്ങനെ തന്നപ്പോൾ മനസ്സിലാക്കിയെടുക്കണം. dy/ds പ്ലസ് y/x sin x എടുത്ത് എഴുതിയിട്ട് IF കാണാൻ പോകാം. അത് ലീനിയർ ഫസ്റ്റ് ടൈപ്പ് ആണല്ലോ. dy/ds പ്ലസ് py സമം q. p ആയിട്ട് വൈയുടെ കോയിഫിഷ്യൻറ്റ് 1/x ഞാൻ തൊട്ടടുത്ത ലൈനിൽ അങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. 1/xy സമം sin x എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ p 1/x ആണ്, q sin x ആണ്. IF e⁻p ds e⁻1/s ds e⁻log mod x. ഈ log പോയിട്ട് x ആണ്. രണ്ടാമത്തെ കണക്കിലേക്ക് നമുക്ക് പോരാം. IF വരെ കാണാനേ അതുണ്ടായിരുന്നുള്ളൂ. റൈറ്റ് IF. ഇനി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു എ കർവ് അറ്റ് എനി പോയിൻ്റ് ഈസ് dy/dx ഈസ് ട്വൈസ് എക്സ് കോർഡിനേറ്റ് 2x. dy/dx ഈസ് ഇക്വൽ ടു 2x. ഇത് സൊല്യൂഷൻ കാണുക.
നിങ്ങൾക്ക് ലീനിയർ ഫസ്റ്റ് ടൈപ്പ് ആയിട്ടൊന്നും എടുക്കേണ്ട ഒന്നുമല്ല. വേരിയബിൾസ് പ്രോബ്ലമാണ്. ഡി വൈയും വൈയുടെ കാര്യങ്ങളും എൽ എച്ച് എസിലും ഡി എക്സും എക്സിൻ്റെ കാര്യങ്ങളും ആർ എച്ച് എസിലും ആക്കാൻ നിസ്സാരമായിട്ട് സാധിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണിത്. അപ്പോൾ ഡി വൈയുടെ കാര്യങ്ങൾ വേറെ ഇല്ല ഈ കൂടെ. ഡി എക്സ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2s/ds. അപ്പോൾ വൈയുടെ കാര്യങ്ങൾ ഡി വൈ ഒരു സൈഡും എക്സിൻ്റെ കാര്യങ്ങൾ ഡി എക്സും ആറ് സൈഡും വന്നുകൊണ്ട് വേരിയബിൾ സെപ്പറബിൾ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രൽ ഡി വൈ ഇൻ്റഗ്രൽ 2x/dx 2 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഡി വൈ എന്താണ്? വൈയുടെ ഡിഫറൻഷ്യലാണ് ഡി വൈ. അപ്പോൾ ഡി വൈയുടെ ഇൻ്റഗ്രലാണ് വൈ. ഇൻ്റഗ്രൽ ഡി വൈ ആണ്. സമം 2 ഇൻറ്റു ഇൻ്റഗ്രൽ x/dx ഇൻ്റഗ്രൽ 1 dy വൈ എന്ന് പഠിച്ചിട്ടില്ലേ? ഇൻ്റഗ്രൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ x/dx s²/2 ഇൻ്റഗ്രൽ x/dx s²/2 പ്ലസ് സി y = s² + c. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കർവ് പാസസ് ടു 1,4 എന്നാണ്. കർവ് പാസസ് ടു 1,4 അങ്ങനെ കൊടുത്തപ്പോൾ 4 ആയിട്ട് y വന്നു, 1 ആയിട്ട് x വന്നു, 1² + c. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് c 3 ആണെന്ന് കിട്ടി. അപ്പോൾ y = s² + 3 എന്ന് എഴുതാം. അതാണ് ഇക്വേഷൻ ഓഫ് ദി കർവ്. ഇക്വേഷൻ ഓഫ് ദി കർവാണ് അവർ ചോദിച്ചു തന്നത്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി കർവ്. വെരി സിമ്പിളാണ്. 15. ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെയ്ൻസ് 3 ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ്. ദെൻ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനിൽ 3 ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട് എങ്കിൽ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ? 3 ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള ജനറൽ സൊല്യൂഷൻ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഈ 3 തന്നെയാണ്. 3. ചെക്ക് വെദർ y = e⁻³ is a solution of the differential equation d²y/ds² + dy/ds - 6y = 0. y = e⁻³ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് LHS RHS സെയിം ആണോ നോക്കുമല്ലേ, ചെക്ക് ചെയ്യുക. y എടുത്തെഴുതി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് dy/ds കിട്ടും. ഒന്നോടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²/ds² കിട്ടും. അപ്പോൾ LHSലേക്ക് ആ വിലകളെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ 0 എന്ന RHS കിട്ടുമോ നോക്കിയാലും മതി. ഇനി ഇടയ്ക്ക് വെച്ചെങ്ങാനും അങ്ങനെ ഇട്ട് കൊടുക്കാതെ തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് വരുവാണെങ്കിൽ വന്നോട്ടെ. അങ്ങനെയും ചില കണക്കുകൾ വരാറുണ്ട്. y = e⁻ds എടുത്തെഴുതി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x dy/dx e⁻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -3 ഇൻറ്റു e⁻dx എന്ന് വന്നു. ക്യാപിറ്റൽ എക്സ് ആയിട്ട് -3x ഡിഫറൻസിയേഷനിലെടുത്തു. അപ്പോൾ e⁻ ഡിഫറൻഷ്യൽ e⁻x തന്നെ, അതായത് e⁻ തന്നെ. എന്താണോ ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ ഡിഫറൻഷ്യൽ -3x ആയിരുന്നു. ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ ഡിഫറൻഷ്യൽ -3 കൊണ്ട് ഗുണിച്ചു. ഇൻ്റഗ്രേഷനിൽ അത് ഹരിച്ചു, ഡിഫറൻസിയേഷനിൽ അത് ഗുണിച്ചു. -3 ഇൻറ്റു e⁻ds. അപ്പോൾ dy/ds എന്താണെന്ന് കിട്ടി. ഉടനെ നമുക്ക് y-ന്ന് ഇവിടെ കൊടുക്കാൻ പറ്റി, -3 ഈ സ്ഥലം y-ന്ന് കൊടുക്കാൻ പറ്റി, -3y. ഡിഫറൻഷ്യേറ്റ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു x d²y/ds² -3 ഇൻറ്റു ഒന്നോടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y-യുടെ ഡിഫറൻഷ്യൽ dy/ds ആണ്. അപ്പോൾ d²y/ds² വില എന്നാണ് കിട്ടിയത്? -3 dy/dx. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ LHSൽ നമുക്ക് dy/dxൻ്റെ വില -3y എന്ന് കിട്ടിയിട്ടുണ്ട്. d²y/ds² വില -3 dy/ds എന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാ വിലയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് ദ വാല്യൂസ് ഓഫ് dy/ds ആൻഡ് d²/ds² ഇൻ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. d²/ds² + dy/ds - 6y = d²/ds² സ്ഥാനത്ത് -3 dy/ds കിട്ടിയതിടുക, പ്ലസ് dy/ds ഇവിടെ കിടക്കുന്നത് -6y. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ -2 dy/ds - 6y സമം -2 ഇൻറ്റു dy/dsൻ്റെ വില -3y അത് കൊടുത്തു. അപ്പോൾ ഇത് 6y - 6y എന്തായാലും 0യിലേക്ക് എത്തി. അതായത് നമ്മുടെ RHSലേക്ക് എത്തി, 0യിലേക്ക് എത്തി. അപ്പോൾ y = e⁻dx ഒരു സൊല്യൂഷനാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്നെടുത്തെഴുതാൻ പറ്റി. therefore y = e⁻dx is a solution of the differential equation
നിങ്ങൾക്ക് വേണമെങ്കിൽ put the values of dy by ds and d square by d square in the differential equation LHC is equal to എന്നും പറഞ്ഞ് എഴുതി 0 കിട്ടിക്കഴിയുമ്പോൾ RHS എന്ന് എഴുതി വയ്ക്കാൻ വേണമെങ്കിൽ LHCയിൽ വില കൊടുത്തു, നമുക്കറിയാവുന്ന വിലകളെല്ലാം കൊടുത്തു, RHS 0-യിൽ എത്തി എന്ന് കാണിക്കാൻ ഇവിടെ LHC is equal to എന്നും പറഞ്ഞ് തുടങ്ങുക, equal to RHS എന്ന് എഴുതി നിർത്തുക. Therefore y is equal to a raised to minus ts is a solution of the differential equation. Question number 16, solve dy by ds plus y by x is equal to s square. ഇത് ലീനിയർ ഫസ്റ്റ് ടൈപ്പ് ആണല്ലോ. 1 by x into y എന്ന് ഇതങ്ങ് എഴുതിയാറേ. dy by ds plus 1 by s y is equal to s square. അപ്പോൾ p 1 by x ആണ്, yയുടെ കോയിഫിഷ്യൻ്റ് q s square ആണ്. if e raised to integral p ds e raised to integral 1 by s ds e raised to log modus, ഈ ലോങ് ക്യാൻസൽ ആയിട്ട് x ആണ്. സൊല്യൂഷൻ y into if integral q into if ds plus c y into if x ആണ്. സമ ഇൻ്റഗ്രൽ q s square into x ആണ് if ds plus c ഇൻ്റഗ്രൽ s cube dx എന്ന് വന്നു, അത് x raised to 4 by 4 ആണ്. അപ്പോൾ y into x is equal to അല്ലെങ്കിൽ x y is equal to x raised to 4 by 4 plus c. x y is equal to x raised to 4 by 4 plus c. 17ാമത്തെ ക്വസ്റ്റ്യൻ, if the if of dy by ds plus px y qx is x, find p of x. ഇതൊരു പ്രത്യേക സൈസ് ക്വസ്റ്റ്യൻ ആണ്, നല്ല എളുപ്പമാണ്. IF ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ IF x ആണ്, IF x ആണ് എടുത്തെഴുതി. IF പക്ഷേ എന്താണ്, e raised to integral p dx ആണ് IF, അതെത്രയാണ്, x ആണ്. x എന്ന ആൻസർ വരണമെങ്കിൽ e raised to log s വന്നിട്ടാണ് ഈ ലോങ് ക്യാൻസലായിട്ട് x തന്നെ. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗവും മൂന്നാമത് കിടക്കുന്ന കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്താണ്, ലോഗസ് ആണെന്ന് മനസ്സിലായി. ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്താണ്, ലോഗസ് ആണെന്ന് മനസ്സിലായി. രണ്ടും ഈ റേസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ പി ഡി എസ് ലോഗസ് ആണെന്ന് മനസ്സിലായി. ഇൻ്റഗ്രൽ പി ഡി എസ് ലോഗസ് ആണെങ്കിൽ പി എന്താണ്, ലോഗസിൻ്റെ ഡിഫറൻഷ്യലാണെന്ന് മനസ്സിലായി. പിയെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലോഗസ് കിട്ടിയെങ്കിൽ പി കാണാൻ ലോഗസിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കണം. അപ്പോൾ ലോഗസ് പിയുടെ ഇൻ്റഗ്രേഷൻ്റെ ആൻസറാണ്. അപ്പോൾ പി കാണാൻ, പി ആണ് ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ പി കാണാനായിട്ട് ഈ ആൻസറിൻ്റെ ഡിഫറൻഷ്യൽ കാണണം. ഡി ബൈ ഡി എസ് ലോഗസ്, ഡി ബൈ ഡി എസ് ലോഗസ് എന്താണ്, 1 by x. അപ്പോൾ എക്സിലുള്ള പി, എക്സിലുള്ള ഫംഗ്ഷനാണ് പി, ആ പി എന്താണ്, 1 by x. പി ഓഫ് എക്സ് ചോദിച്ചാലും അത് തന്നെ 1 by x. പി ഓഫ് എക്സ് എക്സിലുള്ള കാര്യം എന്ന് കാണിക്കാൻ വേണ്ടി പി ഓഫ് എക്സ് നിട്ടുന്നേ ഉള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞെല്ലാം മറ്റും ചോദിച്ചതാണ്. ഡി വൈ ബൈ ഡി എസ് പ്ലസ് പി എക്സ് വൈ ക്യു എസിൻ്റെ ഐ എഫ് എക്സ് ആണ്, എടുത്തെഴുതിയ ഐ എഫ് എക്സ് ആണ്. എ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന ആൻസർ പറഞ്ഞെങ്കിൽ എ റേസ് ടു ലോഗസ് വന്നാലേ പറ്റുള്ളൂ. 1ഉം 3ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ പി ഡി എസ് ലോഗസ് ആണ് കിട്ടി. അപ്പോൾ പിയുടെ ഇൻ്റഗ്രേഷൻ്റെ ആൻസറാണ് ലോഗസ്. അപ്പോൾ പി കാണാൻ ലോഗസിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കണം. പി എസ് ലോഗസിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക, ഡി ബൈ ഡി എസ് ലോഗസ് എടുക്കണം പി കാണാൻ, അത് 1 by x ആണ്. എത്ര പ്രോബ്ലം ഉള്ളത് നമുക്ക്, 24 25 26 27 പ്രോബ്ലം ഉള്ളത്.